യമനിലെ സുബൈദ് എന്നുള്ള സ്ഥലത്തു നിന്നുള്ള ഒരു കച്ചവടക്കാരൻ മക്കയിൽ വന്നിട്ട് തൻ്റെ കച്ചവട സാധനങ്ങൾ മക്കയിലെ ഖുറൈശി പ്രമുഖനായിരുന്ന ആസുബിന് വായിലിന് വിറ്റു. സ്വാഭാവികമായിട്ടും ഈ യമനിൽ നിന്ന് വന്ന ആളുകളുടെ കൂടെ വേറെ സഹായിക്കാനൊന്നും ആരുണ്ടാവില്ല. ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് ആസുബിന് വായിൽ യമനിക്ക് അതിൻ്റെ വില കൊടുത്തില്ല. അപ്പോൾ ഇദ്ദേഹം മറ്റ് ഖുറൈശി ഗോത്രങ്ങളുടെയൊക്കെ സഹായം തേടി, പ്രത്യേകിച്ചും മഹദൂമി ഗോത്രത്തിന്റെ ബനു അബ്ദുദ്ദാർ, അതുപോലെയുള്ള ഗോത്രങ്ങളുടെ ബനു അദി ഗോത്രങ്ങളുടെയൊക്കെ സഹായം തേടി വന്നു. പക്ഷെ ആസിബിന് വായിൽ വളരെ പ്രഗത്ഭനും വലിയ ഖുറൈശി നേതാവും ആയതുകൊണ്ട് തന്നെ ഇവരാരും തന്നെ ഇദ്ദേഹത്തെ സഹായിച്ചില്ല. അപ്പോൾ ഇദ്ദേഹം മക്കൾക്ക് തൊട്ടടുത്തുള്ള മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് കഅബയുടെ അനുയായികളായ ആളുകൾ മക്കയിൽ വെച്ചിട്ട് തന്നോട് അനീതി ചെയ്യപ്പെട്ടതും താൻ വഞ്ചിക്കപ്പെട്ടതുമായ സംഗതികൾ പറഞ്ഞുകൊണ്ട് ഒരു 6 വരി കവിത ചൊല്ലി. ഇത് കേട്ടപ്പോൾ മക്കയിലെ സത്യസന്ധരായ കുറെ ആളുകൾക്ക് ഒരു അപമാനമായി തോന്നി. അങ്ങനെ അവരിൽ ചില ചെറുപ്പക്കാർ ചേർന്ന്, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അന്ന് 20 വയസ്സ് പ്രായമാണ്, അതുപോലെ അബ്ദുല്ലാഹിബ്നു ജദാൻ തുടങ്ങിയ ആളുകളൊക്കെ അബ്ദുല്ലാഹിബ്നു ജദാന്റെ വീട്ടിൽ വെച്ച് ഒരു പ്രതിജ്ഞയുണ്ടാക്കി. പുറമേ നിന്ന് വന്ന ആരെങ്കിലും മക്കയിൽ വെച്ച് വഞ്ചിക്കപ്പെട്ടാൽ അവരുടെ അവകാശങ്ങൾ പിടിച്ച് നൽകും എന്നുള്ളതായിരുന്നു അത്. അങ്ങനെ ഇവർ ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന് ഒരു സംഘമായി അവര് കാബയിലേക്ക് പോയി കാബയുടെ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യുകയും ആ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയിട്ട് കാബയുടെ ചുമരിൽ തൂക്കുകയും ചെയ്തു. ഹെൽഫുൽ ഫുദൂൽ അഥവാ സത്യസന്ധതയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു ധാർമ്മിക സഖ്യം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. എന്നിട്ട് ഈ ചെറുപ്പക്കാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന്, വ്യത്യസ്ത ഗോത്രങ്ങളുടെ പ്രതിനിധികളാണ്, അവർ ഒന്നിച്ചു ചേർന്ന് ഈ ആസുബിന് വായിലിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിൽ നിന്ന് ഇതിന്റെ തുക, അവകാശം ഈ യമനിൽ നിന്ന് വന്ന കച്ചവടക്കാരന് വാങ്ങിച്ചു കൊടുക്കുകയുണ്ടായി. അവർ ധർമ്മത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു സഖ്യം എന്ന അർത്ഥത്തിലാണ് അത് അറിയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ഒരു പ്രധാന പങ്കാളിയായി. അതിൽ ബനു അബ്ദു മനാഫ് അഥവാ ബനു അബ്ദുൽ മുത്തലിബ്, ബനു തൈം ഇങ്ങനെ തുടങ്ങിയ പ്രഗത്ഭ ഗോത്രങ്ങളൊക്കെ തന്നെ അതിൽ പങ്കെടുത്തു. പിന്നീട് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷവും ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കരാറിനെ പറ്റി പറയുന്നുണ്ട്. ഇനിയും ആരെങ്കിലും ഹെൽഫുൽ ഫുദൂൽ പോലെയുള്ള ധാർമ്മിക സഖ്യം പോലെയുള്ള കരാറുകളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിൻ്റെ കൂടെ സഹകരിക്കും എന്നാണ് അവിടുന്ന് പറഞ്ഞത്.